അപ്പോസ്തല പ്രവർത്തനങ്ങൾ 21 അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. ഞങ്ങൾ അവരിൽ നിന്ന് പിരിഞ്ഞ് കപ്പൽ കയറി നേരെ കേസിലെത്തി. അടുത്ത ദിവസം റോദോസിലേക്കും അവിടെ നിന്ന് പത്താറായിലേക്കും പോയി. ഫെനീഷ്യയിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട് ഞങ്ങൾ അതിൽ കയറി. ഇടതുവശത്തായി സൈപ്രസ് ദൃഷ്ടിയിൽപ്പെട്ടു. എങ്കിലും അത് പിന്നിട്ട് ഞങ്ങൾ സിറിയയിലേക്ക് തിരിച്ചു. ചരക്കിറക്കാൻ കപ്പൽ ടൈറിൽ അടുത്തപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി. ശിഷ്യന്മാരെ കണ്ടുപിടിച്ച് ഞങ്ങൾ 7 ദിവസം അവിടെ താമസിച്ചു. പരിശുദ്ധാത്മാവാൽ പ്രേരിതരായി അവർ പൗലോസിനോട് ജെറുസലേമിലേക്ക് പോകരുതെന്ന് പറഞ്ഞു. അവിടുത്തെ താമസം കഴിഞ്ഞ് ഞങ്ങൾ യാത്ര തുടർന്നു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ അവരെല്ലാവരും നഗരത്തിന് വെളിയിൽ വരെ ഞങ്ങളെ അനുയാത്ര ചെയ്തു. സമുദ്രതീരത്ത് മുട്ടുകുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുകയും വിടവാങ്ങുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ കപ്പൽ കയറി അവർ വീടുകളിലേക്ക് മടങ്ങി. ടൈറിൽ നിന്നുള്ള യാത്രയുടെ അവസാനത്തിൽ ഞങ്ങൾ മായുസിൽ എത്തിച്ചേർന്നു. അവിടെ സഹോദര അഭിവാദനം ചെയ്യുകയും അവരുടെ കൂടെ ഒരു ദിവസം താമസിക്കുകയും ചെയ്തു. അടുത്ത ദിവസം ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു കെസ്രിയയിലെത്തി. 7 പേരിൽ ഒരുവനും സുവിശേഷ പ്രസംഗകരുമായ ഫിലിപ്പോസിൻ്റെ വീട്ടിൽ ചെന്ന് അവൻ്റെ കൂടെ താമസിച്ചു. കന്യകമാരും പ്രവചനവരം ലഭിച്ചവരുമായ 4 പുത്രിമാർ അവനുണ്ടായിരുന്നു. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അഗാബോസ് എന്നു പേരുള്ളൊരു പ്രവാചകൻ യൂദയായിൽ നിന്ന് അവിടെ എത്തി. അവൻ ഞങ്ങളുടെ അടുത്ത് വന്ന് പൗലോസിൻ്റെ അരപ്പട്ടയെടുത്ത് അതുകൊണ്ട് സ്വന്തം കൈകാലുകൾ ബന്ധിച്ചു ഇപ്രകാരം പ്രസ്താവിച്ചു: പരിശുദ്ധാത്മാവ് അരുൾ ചെയ്യുന്നു, ജെറുസലേമിൽ വെച്ച് യഹൂദന്മാർ ഈ അരപ്പട്ടയുടെ ഉടമസ്ഥനെ ഇതുപോലെ ബന്ധിക്കുകയും വിജാതിയർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. ഇത് കേട്ടപ്പോൾ ഞങ്ങളും അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളും പൗലോസിനോട് ജെറുസലേമിലേക്ക് പോകരുതെന്ന് അഭ്യർത്ഥിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു: നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? നിലവിളിച്ചുകൊണ്ട് എൻ്റെ ഹൃദയത്തെ ദുർബലമാക്കുകയാണോ? ജെറുസലേമിൽ വെച്ച് കർത്താവായ യേശുവിൻ്റെ നാമത്തെ പ്രതി ബന്ധനം മാത്രമല്ല, മരണം പോലും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. അവനെ സമ്മതിപ്പിക്കാൻ കഴിയാതെ വന്നപ്പോൾ കർത്താവിൻ്റെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പിന്മാറി. ആ ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ യാത്രയ്ക്കൊരുങ്ങി. ജെറുസലേമിലേക്ക് പുറപ്പെട്ട് കെസ്രിയയിൽ നിന്നുള്ള ചില ശിഷ്യരും ഞങ്ങളോടൊപ്പം വന്നു. ആദ്യകാല ശിഷ്യരിൽ ഒരുവനായ സൈപ്രസുകാരൻ മനാസോന്റെ വീട്ടിലാണ് ഞങ്ങൾ താമസിക്കേണ്ടിയിരുന്നത്. അതിനാൽ അവനെയും അവർ കൂട്ടത്തിൽ കൊണ്ടുപോന്നിരുന്നു. ഞങ്ങൾ ജെറുസലേമിലെത്തിയപ്പോൾ സഹോദരർ സന്തോഷപൂർവ്വം ഞങ്ങളെ സ്വീകരിച്ചു. അടുത്ത ദിവസം പൗലോസ് ഞങ്ങളോടൊത്ത് യാക്കോബിൻ്റെ അടുക്കലേക്ക് പോയി. ശിഷ്യന്മാരെല്ലാവരും അവിടെ വന്നുകൂടി. അവരെ അഭിവാദനം ചെയ്തതിനു ശേഷം പൗലോസ് തൻ്റെ ശുശ്രൂഷ വഴി വിജാതിരുടെ ഇടയിൽ ദൈവം ചെയ്ത കാര്യങ്ങൾ ഓരോന്നായി വിശദീകരിച്ചു. അവർ അത് കേട്ട് ദൈവത്തെ സ്തുതിച്ചു. അവർ അവനോട് പറഞ്ഞു: സഹോദര, വിശ്വാസം സ്വീകരിച്ചവർ എത്രയായിരം യഹൂദരുണ്ടെന്ന് നോക്കൂ. അവരെല്ലാം നിയമം പാലിക്കുന്നതിൽ വലിയ നിഷ്ഠയുള്ളവരാണ്. എന്നാൽ ശിശുക്കളെ പരിച്ഛേദനം ചെയ്യുകയോ പരമ്പരാഗതമായ ആചാരങ്ങൾ അനുഷ്ഠിക്കുകയോ വേണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് മോശയെ അവഗണിക്കാൻ വിജാതീയരുടെ ഇടയിലുള്ള യഹൂദരെ നീ പഠിപ്പിക്കുന്നുവെന്ന് അവർ കേട്ടിരിക്കുന്നു. നീ വന്നിട്ടുണ്ടെന്ന് അവർ തീർച്ചയായും അറിയും. എന്താണ് നീ ചെയ്യേണ്ടത്? അതിനാൽ ഞങ്ങൾ പറയുന്നത് പോലെ നീ പ്രവർത്തിക്കുക. വ്രതമെടുത്ത 4 പേർ ഞങ്ങളുടെ കൂടെയുണ്ട്. അവരോടൊപ്പം പോയി നീയും നിന്നെ തന്നെ ശുദ്ധീകരിക്കുക. അവരുടെ ശിരോമുണ്ഡനത്തിനുള്ള ചെലവും നീ വഹിക്കുക. അങ്ങനെ നീ തന്നെ നിയമമനുസരിച്ച് ജീവിക്കുന്നുവെന്നും നിന്നെക്കുറിച്ച് അവർ കേട്ടിരിക്കുന്ന വാർത്തയിൽ കഴമ്പില്ലെന്നും സകലരും അറിഞ്ഞുകൊള്ളും. എന്നാൽ വിശ്വാസം സ്വീകരിച്ച വിജാതീയരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരു എഴുത്തയച്ചിട്ടുണ്ട്.
വിഗ്രഹങ്ങൾ അർപ്പിച്ച വസ്തുക്കൾ, രക്തം, കഴുത്തുഞെരിച്ച് കൊല്ലപ്പെട്ടവ, വ്യഭിചാരം എന്നിവയിൽ നിന്ന് അവർ അകന്നിരിക്കണമെന്ന് ഞങ്ങളുടെ തീരുമാനവും അതുവഴി അറിയിച്ചിട്ടുണ്ട്. പൗലോസ് അവരെ കൂട്ടിക്കൊണ്ടുപോയി അടുത്ത ദിവസം തന്നെ അവരോടൊപ്പം ശുദ്ധീകരണ കർമ്മം നടത്തി. അവരുടെ ശുദ്ധീകരണം പൂർത്തിയാകുന്ന ദിവസം അവർക്ക് ഓരോരുത്തർക്കും വേണ്ടി ബലിയർപ്പിക്കാനുണ്ടെന്ന വിവരവും അറിയിക്കാൻ വേണ്ടി അവൻ ദേവാലയത്തിൽ പോയി. 7 ദിവസം തികയാറായപ്പോൾ ഏഷ്യയിൽ നിന്നുള്ള യഹൂദർ അവനെ ദേവാലയത്തിൽ കണ്ടു. അവർ ജനക്കൂട്ടത്തെ ഇളക്കുകയും അവനെ പിടികൂടുകയും ചെയ്തു. അവർ വിളിച്ചു പറഞ്ഞു, ഇസ്രായേൽ ജനമേ, സഹായിക്കുവിൻ. ജനത്തിനും നിയമത്തിനും ഈ സ്ഥലത്തിനും എതിരായി എല്ലായിടത്തും ആളുകളെ പഠിപ്പിക്കുന്നവൻ ഇവൻ തന്നെ. മാത്രമല്ല, ഇവൻ ഗ്രീക്കുകാരെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് ഈ പരിശുദ്ധ സ്ഥലം അശുദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു. എന്തെന്നാൽ നഗരത്തിൽ വെച്ച് നേരത്തെ അവനോടൊപ്പം എഫെസോസുകാരനായ ത്രോഫിമോസിനെയും അവർ കണ്ടിരുന്നു. പൗലോസ് അവനെയും ദേവാലയത്തിൽ വന്നിരിക്കും എന്നവർ വിചാരിച്ചു. നഗരം മുഴുവൻ പ്രക്ഷുബ്ധമായി. ആളുകൾ ഓടിക്കൂടി. അവർ പൗലോസിനെ പിടിച്ച് ദേവാലയത്തിന് പുറത്തേക്ക് വലിച്ചഴച്ചു കൊണ്ടുവന്നു. ഉടൻ തന്നെ വാതിലുകൾ അടയ്ക്കുകയും ചെയ്തു. അവർ പൗലോസിനെ കൊല്ലാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജെറുസലേം മുഴുവൻ ബഹളത്തിലാണെന്ന് സഹസ്രാധിപന് അറിവ് ലഭിച്ചു. അവൻ ഉടൻ തന്നെ ഭടന്മാരെയും ശതാധിപന്മാരെയും കൂട്ടിക്കൊണ്ട് അവരുടെ അടുത്തേക്ക് പാഞ്ഞെത്തി. ഭടന്മാരെയും സഹസ്രാധിപന്മാരെയും കണ്ടപ്പോൾ പൗലോസിനെ പ്രഹരിക്കുന്നതിൽ നിന്ന് അവർ വിരമിച്ചു. സഹസ്രാധിപൻ വന്ന് അവനെ പിടിച്ച് അവനെ 2 ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കാൻ അവർ കൽപ്പിച്ചു. അവൻ ആരാണെന്നും എന്തു ചെയ്യുന്നുവെന്നും സഹസ്രാധിപൻ അന്വേഷിച്ചു. ആ കൂട്ടത്തിൽ ഓരോരുത്തരും ഓരോന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ബഹളം നിമിത്തം വസ്തുത ഗ്രഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ അവനെ പാളയത്തിലേക്ക് കൊണ്ടുവരാൻ അവൻ കൽപ്പന നൽകി. നടയിലെത്തിയപ്പോഴേക്കും ജനക്കൂട്ടത്തിൻ്റെ കയ്യേറ്റം നിമിത്തം പടയാളികൾ അവനെ എടുത്തുകൊണ്ട് പോവുകയാണെന്ന് ചെയ്തത്. അവനെ കൊല്ലുക എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ജനക്കൂട്ടം പിറകെ കൂടി. പാളയത്തെത്താറായപ്പോൾ പൗലോസ് സഹസ്രാധിപനോട് പറഞ്ഞു, ഞാനൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. അവൻ ചോദിച്ചു, നിനക്ക് ഗ്രീക്ക് ഭാഷ അറിയാം അല്ലേ? അപ്പോൾ അടുത്ത കാലത്ത് കലാപമുണ്ടാക്കുകയും 4000 ഭീകരപ്രവർത്തകരെ മരുഭൂമിയിലേക്ക് നയിക്കുകയും ചെയ്ത ഈജിപ്തുകാരനല്ലേ നീ? പൗലോസ് പറഞ്ഞു, കിലിക്കിയയിലെ താർസോസിൽ നിന്നുള്ള ഒരു യഹൂദനാണ് ഞാൻ. അപ്രധാനമല്ലാത്ത ഒരു നഗരത്തിലെ പൗരൻ ജനത്തോട് സംസാരിക്കാൻ എന്നെ അനുവദിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അനുവാദം കിട്ടിയപ്പോൾ പൗലോസ് നടയിൽ നിന്നുകൊണ്ട് ജനത്തോട് ആംഗ്യം കാണിച്ചു. അവർ പൂർണ്ണ നിശബ്ദരായി. ഹെബ്രായ ഭാഷയിൽ അവൻ പ്രസംഗം ആരംഭിച്ചു. സഹോദരരെ, പിതാക്കന്മാരെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ള ന്യായവാദം കേൾക്കുവിൻ. ഹെബ്രായ ഭാഷയിൽ അവൻ തങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് കേട്ടപ്പോൾ അവർ കൂടുതൽ ശാന്തരായി. അവൻ പറഞ്ഞു, ഞാനൊരു യഹൂദനാണ്. കിലിക്കിയയിലെ താർസോസിൽ ജനിച്ചു. എങ്കിലും ഈ നഗരത്തിലാണ് ഞാൻ വളർന്നത്. ഗമാലിയേലിൻ്റെ പാദങ്ങളിലിരുന്ന് പിതാക്കന്മാരുടെ നിയമത്തിൽ നിന്ന് നിഷ്കൃഷ്ടമായ ശിക്ഷണം ഞാൻ നേടി. ഇന്ന് നിങ്ങളെല്ലാവരും ആയിരിക്കുന്നത് പോലെ ഞാനും ദൈവത്തെക്കുറിച്ച് തീഷ്ണത നിറഞ്ഞവനായിരുന്നു. പുരുഷന്മാരെയും സ്ത്രീകളെയും ബന്ധിച്ച് കാരാഗൃഹത്തിൽ അടച്ചുകൊണ്ട് ഈ മാർഗത്തെ നാമാവശേഷമാക്കത്തക്ക വിധം പീഡിപ്പിച്ചവനാണ് ഞാൻ. പ്രധാന ആചാര്യനും ജനപ്രമാണികളുടെ സംഘം മുഴുവനെ തന്നെയും എനിക്ക് സാക്ഷികളാണ്. ദമാസ്കസിലുള്ളവരെയും ബന്ധനത്തിലാക്കി ജെറുസലേമിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കുന്നതിന് വേണ്ടി ഞാൻ അവരിൽ നിന്ന് സഹോദരന്മാർക്കുള്ള കത്തുകളും വാങ്ങി അവിടേക്ക് യാത്ര പുറപ്പെട്ടു. ഞാൻ യാത്ര ചെയ്ത് മധ്യാഹ്നത്തോടെ ദമാസ്കസിനടുത്ത് എത്തിയപ്പോൾ പെട്ടെന്ന് സ്വർഗത്തിൽ നിന്നൊരു വലിയ പ്രകാശം എൻ്റെ ചുറ്റും വ്യാപിച്ചു. ഞാൻ നിലത്ത് വീണു. ഒരു സ്വരം എന്നോട് ഇങ്ങനെ പറയുന്നത് കേട്ടു, സാവൂൾ, സാവൂൾ, നീ എന്നെ പീഡിപ്പിക്കുന്നത് എന്തുകൊണ്ട്? ഞാൻ ചോദിച്ചു, കർത്താവേ, അങ്ങ് ആരാണ്? അവൻ പറഞ്ഞു, നീ പീഡിപ്പിക്കുന്ന നസ്രായനായ യേശുവാണ് ഞാൻ. എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ പ്രകാശം കണ്ടു, എന്നാൽ എന്നോട് സംസാരിച്ചവൻ്റെ സ്വരം കേട്ടില്ല. ഞാൻ ചോദിച്ചു, കർത്താവേ, ഞാൻ എന്തു ചെയ്യണം? കർത്താവ് എന്നോട് പറഞ്ഞു, എഴുന്നേറ്റ് ദമാസ്കസിലേക്ക് പോവുക. നിനക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് അവിടെ വെച്ച് നിന്നോട് പറയും. പ്രകാശത്തിൻ്റെ തീഷ്ണത കൊണ്ട് എനിക്കൊന്നും കാണാൻ സാധിക്കാതെ വന്നപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ കൈക്ക് പിടിച്ച് എന്നെ നടത്തി. അങ്ങനെ ഞാൻ ദമാസ്കസിലെത്തി. അവിടെ താമസിച്ചിരുന്ന സകല യഹൂദർക്കും സുസമ്മതനും
നിയമം അനുസരിക്കുന്നതിൽ നിഷ്ഠയുള്ളവനുമായിരുന്നു അനനിയാസ് എന്നൊരു മനുഷ്യൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, സഹോദരനായ സാവൂൾ, നിനക്ക് കാഴ്ച തിരിച്ചു കിട്ടട്ടെ. ഉടൻ തന്നെ എനിക്ക് കാഴ്ച തിരിച്ചു കിട്ടുകയും ഞാൻ അവനെ കാണുകയും ചെയ്തു. അവൻ പറഞ്ഞു, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവത്തിൻ്റെ ഹിതമറിയാനും നീതിമാനവനെ ദർശിക്കാനും അവൻ്റെ അധികാരത്തിൽ നിന്നുള്ള സ്വരം ശ്രവിക്കാനും നിന്നെ അവിടുന്ന് നിയമിച്ചിരിക്കുന്നു. നീ കാണുകയും കേൾക്കുകയും ചെയ്തതിനെക്കുറിച്ച് എല്ലാ മനുഷ്യരെയും മുമ്പാകെ അവന് നീ സാക്ഷിയായിരിക്കും. ഇനി നീ എന്ത് കാത്തിരിക്കുന്നു? എഴുന്നേറ്റ് സ്നാനം സ്വീകരിക്കുക. അവൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് നിന്റെ പാപങ്ങൾ കഴുകിക്കളയുക. ഞാൻ ജെറുസലേമിൽ തിരിച്ചു വന്ന് ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ദിവ്യാനുഭൂതി ഉണ്ടായി. കർത്താവിനോട് ഇപ്രകാരം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ഞാൻ കണ്ടു. അവൻ പറഞ്ഞു, നീ വേഗം ജെറുസലേമിൽ പുറത്ത് കടക്കുക, കാരണം എന്നെക്കുറിച്ചുള്ള നിന്റെ സാക്ഷ്യം അവർ സ്വീകരിക്കുകയില്ല. ഞാൻ പറഞ്ഞു, കർത്താവെ, ഞാൻ സിനഗോഗുകൾ തോറും ചെന്ന് നിന്നിൽ വിശ്വസിക്കുന്നവരെയെല്ലാം ബന്ധനസ്ഥരാക്കുകയും പ്രഹരിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് അവർക്ക് അറിയാം. നിനക്ക് സാക്ഷ്യം നൽകിയ സ്തെഫാനോസിൻ്റെ രക്തം ചിന്തപ്പെട്ടപ്പോൾ ഞാനും അടുത്തുനിന്ന് അത് അംഗീകരിക്കുകയും അവൻ്റെ ഘാതകരുടെ വസ്ത്രങ്ങൾ സൂക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, നീ പോവുക, അങ്ങ് ദൂരെ വിജാതിയുടെ അടുക്കലേക്ക് ഞാൻ നിന്നെ അയക്കും. ഇത്രയും പറയുന്നത് വരെ അവർ അവനെ ശ്രദ്ധിച്ചു കേട്ടിരുന്നു. പിന്നെ അവർ സ്വരമുയർത്തി വിളിച്ചു പറഞ്ഞു, ഈ മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നീക്കം ചെയ്യുക, അവൻ ജീവനോടെ ഇരിക്കാൻ പാടില്ല. അവർ ആക്രോശിച്ചുകൊണ്ട് തങ്ങളുടെ മേൽവസ്ത്രങ്ങൾ കീറുകയും അന്തരീക്ഷത്തിലേക്ക് പൂഴി വാരിയെറിയുകയും ചെയ്തു. അപ്പോൾ സഹസ്രാധിപൻ അവനെ പാളയത്തിലേക്ക് കൊണ്ടുവരാനും എന്ത് കുറ്റത്താണ് അവനെതിരായി ആക്രോശിക്കുന്നതെന്നറിയാൻ വേണ്ടി ചമ്മട്ടി കൊണ്ടടിച്ച് തെളിവെടുക്കാനും കൽപ്പിച്ചു. അവർ പൗലോസിനെ തൂൾവാറുകൊണ്ട് ബന്ധിച്ചപ്പോൾ അടുത്തു നിന്ന് ശതാധിപനോട് അവൻ ചോദിച്ചു, റോമാക്കാരനൊരുവനെ വിചാരണ ചെയ്തതിന് കുറ്റം വിധിക്കാതെ ചമ്മട്ടിയുണ്ടടിക്കുന്ന നിയമാനുസൃതമാണോ? ശതാധിപൻ ഇത് കേട്ടപ്പോൾ സഹസ്രാധിപനെ സമീപിച്ച് പറഞ്ഞു, അങ്ങ് എന്താണ് ചെയ്യാനൊരുങ്ങുന്നത്? ഈ മനുഷ്യൻ റോമാപൗരനാണല്ലോ. അപ്പോൾ സഹസ്രാധിപൻ വന്ന് അവനോട് ചോദിച്ചു, പറയൂ, നീ റോമാപൗരനാണോ? അതെ എന്നവൻ മറുപടി നൽകി. സഹസ്രാധിപൻ പറഞ്ഞു, ഞാനൊരു വലിയ തുക കൊടുത്താണ് ഈ പൗരത്വം വാങ്ങിയത്. പൗലോസ് പറഞ്ഞു, എന്നാൽ ഞാൻ ജന്മനാ റോമാപൗരനാണ്. അവനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്നവർ ഉടനെ അവിടെ നിന്നും പിൻവാങ്ങി. പൗലോസ് റോമാപൗരനെന്ന് അറിഞ്ഞപ്പോൾ അവനെ ബന്ധനസ്ഥനാക്കിയതിൽ സഹസ്രാധിപനും ഭയപ്പെട്ടു. യഹൂദന്മാർ അവൻ്റെ മേൽ കുറ്റമാരോപണം നടത്തുന്നതിൻ്റെ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പിറ്റേ ദിവസം സഹസ്രാധിപൻ അവനെ മോചിപ്പിച്ചു. എല്ലാ പുരോഹിത പ്രമുഖന്മാരും ആലോചന സംഘം മുഴുവനും സമ്മേളിക്കാൻ അവൻ കൽപ്പിച്ചു. പിന്നീട് പൗലോസിനെ കൊണ്ടുവന്ന് അവരുടെ മുമ്പിൽ നിർത്തി. പൗലോസ് സംഘത്തെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു, സഹോദരന്മാരെ, ഇന്നേ വരെ ദൈവത്തിൻ്റെ മുൻപിൽ നല്ല മനസാക്ഷിയോടെയാണ് ഞാൻ ജീവിച്ചത്. പ്രധാന പുരോഹിതനായ അനനിയാസ് തൻ്റെ അടുത്ത് നിന്നവരോട് അവൻ്റെ മുഖത്തടിക്കാൻ ആജ്ഞാപിച്ചു. അപ്പോൾ പൗലോസ് അവനോട് പറഞ്ഞു, വെള്ളപൂശിയ മതിലേ, ദൈവം നിന്നെ പ്രഹരിക്കാനിരിക്കുന്നു എന്ന് നിയമാനുസൃതം വിധിക്കുവാനാണ് നീ ഇവിടെ ഇരിക്കുന്നത്. എന്നിട്ടും നിയമവിരുദ്ധമായി പ്രഹരിക്കാൻ നീ കൽപ്പിക്കുന്നുവോ? അടുത്തു നിന്നവർ ചോദിച്ചു, ദൈവത്തിൻ്റെ പ്രധാന പുരോഹിതനെ നീ അധിക്ഷേപിക്കുകയാണോ? പൗലോസ് പറഞ്ഞു, സഹോദരന്മാരെ, അവൻ പ്രധാന പുരോഹിതനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്തെന്നാൽ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നിന്റെ ജനത്തിൻ്റെ ഭരണകർത്താവിനെ നീ ദുഷിച്ചു സംസാരിക്കരുത്. സംഘത്തിൽ ഒരു വിഭാഗം സദൂക്കായരും മറ്റുള്ളവർ ഫരിസേയരുമാണെന്ന് മനസ്സിലാക്കിയ പൗലോസ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, സഹോദരന്മാരെ, ഞാനൊരു ഫരിസേയനും ഫരിസേയ പുത്രനുമാണ്. മരിച്ചവരുടെ പുനരുദ്ധാനത്തിലുള്ള പ്രത്യാശയെ സംബന്ധിച്ചാണ് ഞാൻ വിചാരണ ചെയ്യപ്പെടുന്നത്. അവൻ ഇത് പറഞ്ഞപ്പോൾ ഫരിസേയരും സദൂക്കായരും തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ടാവുകയും അവിടെ കൂടിയിരുന്നവർ രണ്ട് പക്ഷക്കാരായി തിരികുകയും ചെയ്തു. കാരണം പുനരുദ്ധാനമോ ദേവദൂതന്മാരോ ആത്മാവോ ഇല്ലെന്നാണ് സദൂക്കായർ പറയുന്നത്. ഫരിസേയരാകട്ടെ ഇവയെല്ലാം ഉണ്ടെന്നും പറയുന്നു. അവിടെ വലിയ ബഹളമുണ്ടായി. ഫരിസേയർപ്പെട്ട ചിലർ നിയമജ്ഞർ എഴുന്നേറ്റുടനെ വാദിച്ചു, ഈ മനുഷ്യരിൽ ഞങ്ങൾ ഒരു കുറ്റവും കാണുന്നില്ല. ഒരാത്മാവോ ദൂതനോ ഒരു പക്ഷേ ഇവനോട് സംസാരിച്ചിരിക്കാം. തർക്കം മൂർച്ഛിച്ചപ്പോൾ പൗലോസിനെ അവർ വലിച്ചു കീറുമോ എന്ന് തൻ്റെ സഹസ്രാധിപൻ ഭയപ്പെട്ടു.
അതിനാൽ അവരുടെ മുമ്പിൽ നിന്ന് പൗലോസിനെ ബലമായി പിടിച്ച് പാളയത്തിലേക്ക് കൊണ്ടുപോകാൻ അവൻ ഭടന്മാരോട് കൽപ്പിച്ചു. അടുത്ത രാത്രി കർത്താവ് അവന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ, ധൈര്യമായിരിക്കുക, ജെറുസലേമിൽ എന്നെക്കുറിച്ച് നീ സാക്ഷ്യം നൽകിയതുപോലെ തന്നെ റോമായിലും സാക്ഷ്യം നൽകേണ്ടിയിരിക്കുന്നു. പ്രഭാതമായപ്പോൾ യഹൂദർ ഗൂഢാലോചന നടത്തി. പൗലോസിനെ വധിക്കുന്നതുവരെ തങ്ങൾ ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ലെന്ന് അവർ ശപഥം ചെയ്തു. 40-ലധികം പേർ ചേർന്നാണ് ഈ ഗൂഢാലോചന നടത്തിയത്. അവർ പുരോഹിത പ്രമുഖന്മാരെയും ജനപ്രമാണികളെയും സമീപിച്ച് പറഞ്ഞു, ഞങ്ങൾ പൗലോസിനെ കൊല്ലുന്നതുവരെ ഭക്ഷണം കഴിക്കുകയില്ലെന്ന് ശപഥം ചെയ്തിരിക്കുകയാണ്. അവനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ സൂക്ഷ്മമായി അന്വേഷിക്കുന്നതിനെന്ന ഭാവേനെ അവനെ നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവരാൻ നിങ്ങൾ സംഘം മുഴുവൻ ഒന്നിച്ച് സഹസ്രാധിപനോട് ആവശ്യപ്പെടുവേൻ. ഇവിടെ എത്തുന്നതിനു മുമ്പേ അവനെ കൊല്ലാൻ ഞങ്ങൾ ഒരുങ്ങിയിരിക്കുകയാണ്. പൗലോസിൻ്റെ സഹോദരീപുത്രൻ ഈ ചതിയെപ്പറ്റി കേട്ടു. അവൻ പാളയത്തിൽ ചെന്ന് പൗലോസിനെ കണ്ട് വിവരമറിയിച്ചു. പൗലോസ് ഒരു ശതാധിപനെ വിളിച്ചു പറഞ്ഞു, ഈ യുവാവിനെ സഹസ്രാധിപൻ്റെ അടുക്കൽ കൊണ്ടു ചെല്ലുക, അവനെന്തോ പറയാനുണ്ട്. അതിനാൽ അവൻ അവനെ സഹസ്രാധിപൻ്റെ മുമ്പിൽ കൊണ്ടുചെന്ന് ഇപ്രകാരം ബോധിപ്പിച്ചു. തടവുകാരനായ പൗലോസ് എന്ന് വിളിച്ച ഈ ചെറുപ്പക്കാരനെ നിങ്ങൾ അടുത്ത് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ചെറുപ്പക്കാരനെ നിന്റെ അടുക്കൽ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അവനെന്തോ പറയാനുണ്ട് പോലും. സഹസ്രാധിപൻ അവനെ കൈക്ക് പിടിച്ച് മാറ്റി നിർത്തി രഹസ്യമായി ചോദിച്ചു, എന്താണ് നിനക്ക് പറയാനുള്ളത്? അവൻ പറഞ്ഞു, യഹൂദന്മാർ പൗലോസിനെക്കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിക്കാനാണെന്ന ഭാവേന അവനെ തങ്ങളുടെ ആലോചനാ സംഘത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് അങ്ങയോട് അപേക്ഷിക്കാൻ തീരുമാനിക്കുകയാണ്. നീ അവർക്ക് വഴങ്ങരുത്. കാരണം അവരിൽ 40-ലേറെ പേർ പൗലോസിനെ വധിക്കാതെ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ഇല്ല എന്ന് വ്രതമെടുത്തുകൊണ്ട് അവനെ ആക്രമിക്കാൻ പതിയിരിക്കുന്നുണ്ട്. നിന്നിൽ നിന്ന് അനുവാദം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവർ ഒരുങ്ങിയിരിക്കുകയാണ്. ഇക്കാര്യം നീ എന്നെ അറിയിച്ചു എന്ന് ആരോടും പറയരുതെന്ന് നിർദ്ദേശിച്ച് സഹസ്രാധിപൻ അവനെ പറഞ്ഞയച്ചു. പിന്നെ അവൻ 2 ശതാധിപന്മാരെ വിളിച്ച് ആജ്ഞാപിച്ചു, രാത്രിയുടെ 3-ാം മണിക്കൂറിൽ കെസറിയ വരെ പോകാനായി 200 ഭടന്മാരെയും 70 കുതിരപ്പടയാളികളെയും 200 ശൂലധാരികളെയും ഒരുക്കി നിർത്തുക. പൗലോസിന് യാത്ര ചെയ്യാനുള്ള കുതിരകളെയും തയ്യാറാക്കുക. അവനെ ദേശാധിപതിയെ ഫെലിക്സിൻ്റെ അടുക്കൽ സുരക്ഷിതമായി എത്തിക്കണം. അവനിങ്ങനെ ഒരു കത്തും എഴുതി, അഭിവന്ദ്യനായ ദേശാധിപതി ഫെലിക്സിന് ക്ലാവുദിയൂസ് ലിസിയാസിൻ്റെ വാദനങ്ങൾ. ഈ മനുഷ്യനെ യഹൂദന്മാർ പിടിച്ച് ബന്ധിച്ച് ഇവനെ കൊല്ലാൻ അവർ ഒരുമ്പെട്ടപ്പോൾ ഇവൻ റോമാ പൗരനാണെന്നറിഞ്ഞ് ഞാൻ ഭടന്മാരെ കൂടിച്ചെന്ന് ഇവനെ രക്ഷിച്ചു. ഇവൻ്റെ മേലുള്ള ആരോപണം എന്താണെന്ന് സൂക്ഷ്മമായി അറിയിക്കണമെന്ന് ആഗ്രഹിച്ച് ഞാൻ ഇവനെ അവരുടെ ആലോചനാ സംഘത്തിൽ കൊണ്ടുചെന്നു. ഇവൻ്റെ പേരിലുള്ള ആരോപണം ഇവരുടെ നിയമങ്ങളെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണെന്ന് ഞാൻ മനസ്സിലാക്കി. എന്നാൽ വധമോ കാരാഗൃഹമോ അർഹിക്കുന്ന ഒരാരോപണവും ഉണ്ടായിരുന്നില്ല. ഇവനെതിരെ ഗൂഢാലോചന ഉണ്ടെന്നറിഞ്ഞ് ഉടൻ തന്നെ ഞാൻ നിന്റെ അടുക്കലേക്ക് ഇവനെ അയക്കുകയാണ്. ഇവനെതിരായുള്ള ആരോപണങ്ങൾ നിന്റെ മുൻപിൽ സമർപ്പിക്കാൻ പരാതിക്കാരോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കൽപ്പനയനുസരിച്ച് ഭടന്മാർ പൗലോസിനെ രാത്രിയിൽ തന്നെ അന്തിപാത്രസിലേക്ക് കൊണ്ടുപോയി. പ്രഭാതമായപ്പോൾ അവനോടൊന്നിച്ചു പോകാൻ കുതിരപ്പടയാളികളെ നിയോഗിച്ചിട്ട് ഭടന്മാർ പാളയത്തിലേക്ക് മടങ്ങി. അവർ കെസ്രിയയിലെത്തി കത്ത് ദേശാധിപതിയെ ഏൽപ്പിക്കുകയും പൗലോസിനെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവരികയും ചെയ്തു. കത്ത് വായിച്ചതിന് ശേഷം അവൻ ഏത് പ്രവിശ്യയിൽപ്പെട്ടവനാണെന്ന് അവൻ ചോദിച്ചു. കിലീക്കിയക്കാരനാണെന്നറിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, പരാതിക്കാർ വരുമ്പോൾ ഞാൻ നിന്നെ വിസ്തരിക്കാം. ഹെറോദോസിൻ്റെ പ്രാത്തോറിയത്തിൽ അവനെ സൂക്ഷിക്കാൻ അവൻ ആജ്ഞാപിച്ചു. 5 ദിവസം കഴിഞ്ഞ് പ്രധാന പുരോഹിതനായ അനനിയാസ് ഏതാനും ജനപ്രമാണികളോടും അഭിഭാഷകനായ തെർത്തുളിസിനോടും കൂടെ അവിടെ എത്തി. അവർ ദേശാധിപതിയുടെ മുമ്പാകെ പൗലോസിനെതിരായി പരാതിപ്പെട്ടു. അവനെ കൊണ്ടുവന്നപ്പോൾ തെർത്തുളൂസ് ഇങ്ങനെ കുറ്റാരോപണം തുടങ്ങി. അഭിമതനായ ഫെലിക്സേ, നിന്റെ ഭരണത്തിൽ ഞങ്ങൾ വളരെ സമാധാനം അനുഭവിക്കുന്നുവെന്നും നിന്റെ പരിപാലനം വഴി ഈ ദേശത്ത് പല പരിഷ്കാരങ്ങളും നടപ്പിലാക്കപ്പെടാനിരിക്കുന്നുവെന്നും ഞങ്ങൾ എല്ലായ്പ്പോഴും കൃതജ്ഞതാപൂർവ്വം അംഗീകരിക്കുന്നു. നിന്നെ അധികം
ബുദ്ധിമുട്ടിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ചുരുക്കത്തിൽ പറയുന്ന ഇക്കാര്യം ദയാപൂർവം കേൾക്കണം. ഈ മനുഷ്യൻ ശല്യക്കാരനും ലോകം മുഴുവനുമുള്ള യഹൂദർക്കിടയിൽ ഒരു പ്രക്ഷോഭകാരിയും ആണെന്ന് ഞങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നു. ഇവൻ നസ്രായ പക്ഷത്തിൻ്റെ പ്രമുഖ നേതാവുമാണ്. ദേവാലയം പോലും അശുദ്ധമാക്കാൻ ഇവൻ ശ്രമിക്കുകയുണ്ടായി. എന്നാൽ ഞങ്ങൾ ഇവനെ പിടികൂടി. നീ തന്നെ ഇവനെ വിസ്തരിക്കുന്ന പക്ഷം ഇവനെതിരായുള്ള ഞങ്ങളുടെ ഈ ആരോപണങ്ങളെക്കുറിച്ച് ഇവനിൽ നിന്ന് തന്നെ നിനക്ക് ബോധ്യമാക്കുന്നതാണ്. ഇതെല്ലാം ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് യഹൂദരും കുറ്റാരോപണത്തിൽ പങ്കുചേർന്നു. സംസാരിക്കാൻ ദേശാധിപതി ആംഗ്യം കാണിച്ചപ്പോൾ പൗലോസ് പറഞ്ഞു, വളരെ വർഷങ്ങളായി നീ ജനതയെ ന്യായാധിപൻ ആണ്. മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ മേലുള്ള കുറ്റാരോപണങ്ങൾക്ക് ഞാൻ സന്തോഷപൂർവ്വം സമാധാനം പറഞ്ഞുകൊള്ളട്ടെ. നിനക്ക് തന്നെ മനസ്സിലാക്കാവുന്നതുപോലെ ജെറുസലേമിൽ ഞാൻ ആരാധനയ്ക്ക് പോയിട്ട് 12 ദിവസത്തിലധികമായിട്ടില്ല. ഞാൻ ദേവാലയത്തിലോ സിനഗോഗുകളിലോ നഗരത്തിൽ എവിടെ വെച്ചെങ്കിലുമോ ആരോടെങ്കിലും തർക്കിക്കുന്നതായോ ജനങ്ങളെ സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നതായോ അവർ കണ്ടിട്ടില്ല. ഇപ്പോൾ എനിക്കെതിരായി കൊണ്ടുവരുന്ന ആരോപണങ്ങൾ തെളിയിക്കാനും അവർക്ക് സാധിക്കുകയില്ല. എന്നാൽ നിന്റെ മുൻപിൽ ഇത് ഞാൻ സമ്മതിക്കുന്നു. അവർ ഒരു മതവിഭാഗം എന്ന് വിളിക്കുന്ന മാർഗമനുസരിച്ച് ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു. നിയമത്തിലും പ്രവചന ഗ്രന്ഥങ്ങളിലും എഴുതപ്പെട്ടിരിക്കുന്നവയെല്ലാം ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. നീതിമാന്മാർക്കും നീതിരഹിതർക്കും പുനരുത്ഥാനമുണ്ടാകുമെന്നാണ് ദൈവത്തിൻ്റെ എൻ്റെ പ്രത്യാശ. ഇവരും ഇതുതന്നെ പ്രത്യാശിക്കുന്നവരാണ്. ദൈവത്തിൻ്റെ മനുഷ്യരുടെയും നേർക്ക് എല്ലായ്പ്പോഴും നിഷ്കളങ്കമായ മനസാക്ഷി പുലർത്താൻ ഞാൻ അത്യന്തം ശ്രദ്ധാലുവാണ്. വളരെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ വന്നത് എൻ്റെ ജനത്തിന് ദാനധർമ്മങ്ങൾ എത്തിക്കാനും കാഴ്ചകൾ സമർപ്പിക്കാനുമാണ്. ഞാൻ അത് നിർവഹിക്കുന്നതിൽ നിന്ന് ശുദ്ധീകരണം കഴിഞ്ഞ് ദേവാലയത്തിലായിരിക്കുമ്പോഴാണ് ഇവർ എന്നെ കണ്ടത്. എൻ്റെ കൂടെ ജനക്കൂട്ടമൊന്നും ഇല്ലായിരുന്നു, ബഹളമൊന്നും ഉണ്ടാക്കിയതുമില്ല. എന്നാൽ അവിടെ ഏഷ്യക്കാരനായ ചില യഹൂദന്മാരുണ്ടായിരുന്നു. അവർക്ക് എൻ്റെ പേരിൽ എന്തെങ്കിലും പരാതി ഉണ്ടായിരുന്നെങ്കിൽ അവർ നിൻ്റെ മുമ്പിലെത്തി അത് സമർപ്പിക്കേണ്ടതായിരുന്നു. അല്ലെങ്കിൽ ഞാൻ ആലോചനാ സംഘത്തിന് മുൻപാകെ നിന്നപ്പോൾ എന്ത് കുറ്റമാണ് എന്നിൽ കണ്ടതെന്ന് ഈ നിൽക്കുന്നവർ പറയട്ടെ. മരിച്ചവരുടെ പുനരുദ്ധാനം സംബന്ധിച്ചാണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഞാൻ വിസ്തരിക്കപ്പെടുന്നതെന്ന് അവരുടെ നടുക്കു നിന്നപ്പോൾ വിളിച്ചു പറഞ്ഞതൊഴികെ മറ്റൊരു കുറ്റവും ഞാൻ ചെയ്തിട്ടില്ല. മാർഗത്തെക്കുറിച്ച് കൂടുതൽ നന്നായി അറിയാമായിരുന്നു ഫെലിക്സ് ആകട്ടെ സഹസ്രാധിപനായ ലിസിയാസ് വന്നിട്ട് നിങ്ങളുടെ കാര്യം ഞാൻ തീരുമാനിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വിസ്താരം മറ്റൊരവസ്ഥയിലേക്ക് മാറ്റിവെച്ചു. അവനെ തടവിൽ സൂക്ഷിക്കണമെന്നും എന്നാൽ കുറേയൊക്കെ സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നും സ്വന്തക്കാരിലാരെയും അവനെ പരിചരിക്കുന്നതിൽ നിന്ന് തടയരുതെന്നും അവൻ ശതാധിപന് കൽപ്പന കൊടുത്തു. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഫെലിക്സ് യഹൂദയ ഭാര്യ ദ്രുസില്ലായോടൊപ്പം വന്ന് പൗലോസിനെ വിളിച്ച് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തെക്കുറിച്ച് അവനിൽ നിന്നും കേട്ടു. അവൻ നീതിയെക്കുറിച്ചും ആത്മനിയന്ത്രണത്തെക്കുറിച്ചും വരാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ചും സംസാരിച്ചപ്പോൾ ഫെലിക്സ് ഭയപ്പെട്ടിങ്ങനെ പറഞ്ഞു, തൽക്കാലം നീ പോയിക്കൊള്ളുക. ഇനിയും നിനക്ക് സമയമുള്ളപ്പോൾ എനിക്ക് സമയമുള്ളപ്പോൾ നിന്നെ വിളിപ്പിക്കാം. എന്നാൽ അതേസമയം പൗലോസിൽ നിന്ന് കൈക്കൂലി കിട്ടുമെന്ന് അവൻ പ്രതീക്ഷിച്ചു. അതിനാൽ പലപ്പോഴും അവൻ പൗലോസിനെ വരുത്തി സംസാരിച്ചിരുന്നു. 2 വർഷം കഴിഞ്ഞ് ഫെലിക്സിൻ്റെ പിൻഗാമിയായി പോർസിയൂസ് ഫെസ്തൂസ് എന്നീ യഹൂദരോട് ആനുകൂല്യം കാണിക്കാൻ ആഗ്രഹിച്ചതിനാൽ ഫെലിക്സ് പൗലോസിനെ തടവുകാരനായി തന്നെ വിട്ടിട്ട് പോയി. ഫെസ്തൂസ് പ്രവിശ്യയിലെത്തി 3 ദിവസം കഴിഞ്ഞ് കെസറിയായിൽ നിന്ന് ജെറുസലേമിലേക്ക് പോയി. പുരോഹിത പ്രമുഖന്മാരും യഹൂദ പ്രമാണികളും പൗലോസിനെതിരെയുള്ള ആരോപണങ്ങൾ അവനെ ധരിപ്പിച്ചു. തങ്ങൾക്ക് ഒരാനുകൂല്യമെന്ന നിലയിൽ അവനെ ജെറുസലേമിലേക്ക് അയക്കാൻ അവർ അവനോട് അപേക്ഷിച്ചു. മാർഗമധ്യേ ഒളിഞ്ഞിരുന്നവനെ കൊല്ലണമെന്നവർ ഗൂഢാലോചന നടത്തിയിരുന്നു. പൗലോസിനെ കെസറിയായിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നും താൻ ഉടൻ തന്നെ അവിടേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നും ഫെസ്തൂസ് മറുപടി നൽകി.
അവൻ പറഞ്ഞു, അതുകൊണ്ട് നിങ്ങളിൽ പ്രമാണികളായവർ എൻ്റെ കൂടെ വന്ന് അവൻ്റെ പേരിൽ എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ പരാതി സമർപ്പിക്കട്ടെ. 8-10 ദിവസത്തോളം അവരുടെ ഇടയിൽ താമസിച്ചതിന് ശേഷം അവൻ കെസറിയയിലേക്ക് മടങ്ങിപ്പോയി. അടുത്ത ദിവസം അവൻ ന്യായാസനത്തിലിരുന്ന് പൗലോസിനെ കൊണ്ടുവരാൻ കൽപ്പിച്ചു. അവൻ വന്നപ്പോൾ ജെറുസലേമിൽ നിന്നെത്തിയിരുന്ന യഹൂദന്മാർ അവൻ്റെ ചുറ്റും നിന്ന് ഗുരുതരമായ പല കുറ്റങ്ങളും ആരോപിച്ചു. എന്നാൽ തെളിയിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. പൗലോസ് തൻ്റെ പ്രതിവാദത്തിൽ ഇപ്രകാരം പ്രസ്താവിച്ചു: യഹൂദരുടെ നിയമങ്ങൾക്കോ ദേവാലയത്തിനോ സീസറിനോ വിരുദ്ധമായി ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നാൽ യഹൂദരോട് ഒരു ആനുകൂല്യം കാണിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഫെസ്തോസ് പൗലോസിനോട് ചോദിച്ചു, ജെറുസലേമിലേക്ക് പോകാനും അവിടെ എൻ്റെ മുൻപിൽ വെച്ച് ഇവയെപ്പറ്റി വിസ്തരിക്കപ്പെടാനും നിനക്ക് സമ്മതമാണോ? പൗലോസ് പറഞ്ഞു, ഞാൻ സീസറിൻ്റെ ന്യായാസനത്തിലേക്കാണ് നിൽക്കുന്നത്. അവിടെ തന്നെയാണ് ഞാൻ വിചാരണ ചെയ്യപ്പെടേണ്ടതും. നിനക്ക് നന്നായി അറിയാവുന്നത് പോലെ യഹൂദരോട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ തെറ്റുകാരനും വധശിക്ഷ അർഹിക്കുന്ന എന്തെങ്കിലും ചെയ്തവനുമാണെങ്കിൽ മരിക്കാൻ ഒരുക്കമാണ്. എന്നാൽ അവർ എൻ്റെ മേൽ ചുമത്തുന്ന കുറ്റങ്ങളിൽ കഴമ്പില്ലെങ്കിൽ എന്നെ അവർക്ക് വിട്ടുകൊടുക്കാൻ ആർക്കും കഴിയുകയുമില്ല. ഞാൻ സീസറിൻ്റെ അടുത്ത് ഉപരിവിചാരണ ആവശ്യപ്പെടുന്നു. ഫെസ്തോസ് തൻ്റെ സമിതിയോട് ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞു, നീ സീസറിൻ്റെ അടുത്ത് ഉപരിവിചാരണ ആവശ്യപ്പെട്ടിരിക്കുന്നതിനാൽ അവൻ്റെ അടുത്തേക്ക് തന്നെ നീ പോകണം. കുറേ ദിവസങ്ങൾക്ക് ശേഷം അഗ്രിപ്പ രാജാവ് ബെർണിക്കയും ഫെസ്തോസിനെ അഭിവാദനം ചെയ്യാൻ കെസറിയയിൽ എത്തി. അവർ അവിടെ വളരെ ദിവസങ്ങൾ താമസിച്ചു. ഫെസ്തോസ് പൗലോസിൻ്റെ കാര്യം രാജാവിനെ ധരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഫെലിക്സ് തടവുകാരനായി വിട്ടുപോയ ഒരു മനുഷ്യൻ ഇവിടെയുണ്ട്. ഞാൻ ജെറുസലേമിലായിരുന്നപ്പോൾ പുരോഹിത പ്രമുഖന്മാരും യഹൂദ പ്രമാണികളും അവനെതിരായി വിധി പ്രസ്താവിക്കാൻ അപേക്ഷിച്ചുകൊണ്ട് അവനെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്നെ ധരിപ്പിച്ചു. വാദിയെ മുഖാഭിമുഖം കണ്ട് തൻ്റെ മേൽ ആരോപിതമായ കുറ്റങ്ങളെക്കുറിച്ചും സമാധാനം ബോധിപ്പിക്കാൻ പ്രതിക്ക് അവസരം നൽകാതെ അവനെ ഏൽപ്പിച്ചു കൊടുക്കുക റോമാക്കാരുടെ പതിവല്ല എന്ന് ഞാൻ മറുപടി പറഞ്ഞു. അവർ ഇവിടെ ഒരുമിച്ച് കൂടിയപ്പോൾ ഒട്ടും താമസം വരുത്താതെ അടുത്ത ദിവസം തന്നെ ഞാൻ ന്യായാസനത്തിലിരുന്ന് ആ മനുഷ്യനെ കൊണ്ടുവരാൻ കൽപ്പിച്ചു. വാദികൾ കുറ്റാരോപണം ആരംഭിച്ചപ്പോൾ സങ്കല്പിച്ച തരത്തിലുള്ള ഒരു തിന്മയും അവൻ്റെ മേൽ ചുമത്തി കണ്ടില്ല. എന്നാൽ തങ്ങളുടെ തന്നെ ചില അന്ധവിശ്വാസങ്ങളെക്കുറിച്ചും മരിച്ചു പോയെങ്കിലും ജീവിച്ചിരിക്കുന്ന പൗലോസ് സമർത്ഥിക്കുന്ന ഒരു യേശുവിനെക്കുറിച്ചും മാത്രമേ അവർക്ക് അവനുമായി അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നുള്ളൂ. എന്തു തീരുമാനമെടുക്കണമെന്ന് നിശ്ചയമില്ലാതെ വന്നപ്പോൾ ജെറുസലേമിലേക്ക് പോകാനും അവിടെ വെച്ച് ഇവയെപ്പറ്റി വിചാരണ ചെയ്യപ്പെടാനും സമ്മതമാണോ എന്ന് ഞാൻ അവനോട് ചോദിച്ചു. എന്നാൽ ചക്രവർത്തിയുടെ തീരുമാനം ഉണ്ടാകുന്നതുവരെ തനിക്ക് സംരക്ഷണം നൽകണമെന്ന് പൗലോസ് അപേക്ഷിച്ചതിനാൽ സീസറിൻ്റെ അടുത്തേക്ക് അയക്കുന്നതുവരെ അവനെ തടവിൽ വയ്ക്കാൻ ഞാൻ ആജ്ഞാപിച്ചു. അഗ്രിപ്പ ഫെസ്തോസിനോട് പറഞ്ഞു, അവൻ്റെ വാദം നേരിൽ കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. അവൻ മറുപടി പറഞ്ഞു, എങ്കിൽ നാളെ നിനക്ക് കേൾക്കാം. അടുത്ത ദിവസം അഗ്രിപ്പായും ബർണിക്കയും സഹസ്രാധിപന്മാരോടും നഗരത്തിലെ പ്രമാണികളോടുമൊപ്പം ആഡംബര സമന്വിത്വം സമ്മേളനശാലയിൽ വന്നു. ഫെസ്തോസിൻ്റെ കൽപ്പനയനുസരിച്ച് പൗലോസിനെ കൊണ്ടുവന്നു. ഫെസ്തോസ് പറഞ്ഞു, അഗ്രിപ്പ രാജാവേ, ഞങ്ങളോടൊപ്പം ഇവിടെ സന്നിധനായിരിക്കുന്നവരെ, ഈ മനുഷ്യനെ നിങ്ങൾ കാണുന്നുവല്ലോ. ഇവനെതിരായിട്ടാണ് യഹൂദജനം മുഴുവൻ ജെറുസലേമിൽ വെച്ച് ഇവിടെ വെച്ചും ഇവനെ ഇനി ജീവിക്കാൻ അർഹതയില്ലെന്ന് പറഞ്ഞ് ബഹളം കൂട്ടി എന്നോട് പരാതിപ്പെട്ടത്. എങ്കിലും വധശിക്ഷയ്ക്ക് അർഹമായ കുറ്റമൊന്നും ഇവൻ ചെയ്തിട്ടുള്ളതായി ഞാൻ കണ്ടില്ല. എന്നാൽ അവൻ തന്നെ ചക്രവർത്തിയുടെ മുൻപാകെ മേൽവിചാരണയ്ക്ക് അപേക്ഷിച്ചിരുന്നതിനാൽ അവനെ അങ്ങോട്ട് അയക്കാൻ ഞാൻ തീരുമാനിക്കുകയായിരുന്നു. ഇവനെക്കുറിച്ച് സീസറിന് എന്താണ് എഴുതേണ്ടതെന്ന് എനിക്ക് നിശ്ചയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ സുവിശേഷ്യ അഗ്രിപ്പ രാജാവേ നിന്റെ മുൻപിൽ കൊണ്ടുവന്നിരിക്കുന്നത്. വിചാരണ കഴിയുമ്പോൾ അവനെപ്പറ്റി എന്തെങ്കിലും എഴുതാനും എനിക്ക് കഴിയുമല്ലോ. തടവുകാരനെ അയക്കുമ്പോൾ അവനെതിരായ ആരോപണങ്ങൾ വ്യക്തമാക്കാനിരിക്കുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നു.
ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം.